താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ജാമ്യം എല്ലാ ഘട്ടത്തിലും അവകാശമല്ലെന്നും ജാമ്യം നൽകിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. കോഴിക്കോട് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് 6 വിദ്യാർത്ഥികളും ഹൈക്കോടതിയെ സമീപിച്ചത്. ജാമ്യം നൽകിയാൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി എല്ലാ ഘട്ടത്തിലും ജാമ്യം അവകാശമല്ലെന്നും വ്യക്തമാക്കി. ജാമ്യം നൽകിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന് മാത്രമല്ല, കുട്ടികളുടെ ജീവന് ഭീഷണിയുണ്ടാകുമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ നിലവിൽ 6 വിദ്യാർത്ഥികളെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. എന്നാൽ അക്രമ ആഹ്വാനത്തിൽ കൂടുതൽ കുട്ടികൾക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇവരെ കൂടി പ്രതി ചേർക്കുന്ന കാര്യത്തിൽ നിയമോപദേശം തേടിയേക്കും. 6 പേരും നിലവിൽ കോഴിക്കോട് ജുവനൈൽ ഹോമിലാണ്. മെയ് അവസാനത്തോടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ട്യൂഷൻ സെന്ററിലെ യാത്രയയപ്പ് പരിപാടിയിലുണ്ടായ പ്രശ്നത്തെ തുടർന്നുള്ള സംഘർഷത്തിലാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ഷഹബാസ് കൊല്ലപ്പെട്ടത്. നഞ്ചക്ക് ഉപയോഗിച്ചുള്ള മർദ്ദനത്തിൽ ഷഹബാസിന്റെ വലത് ചെവിയുടെ മുകൾ ഭാഗത്തെ തലയോട്ടി പൊട്ടിയിരുന്നു. സംഘർഷത്തെ തുടർന്ന് വീട്ടിലെത്തിയ ഷഹബാസ് രാത്രി ഛർദ്ദിക്കുകയും അബോധാവസ്ഥയിലാവുകയും ചെയ്തു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷഹബാസ് മാർച്ച് 1-നാണ് മരിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.